മാതൃഭൂമി കോർ സർവേ ഫലം രണ്ടാം ഘട്ടം പൂർത്തിയായപ്പോൾ LDFന് നേരിയ മുൻതൂക്കമെന്ന പ്രവചനം. ഇതുവരെ പരിഗണിച്ച 70 മണ്ഡലങ്ങളിൽ 33 LDFും 32 UDFും മുന്നേറുമെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ കരുതുന്നത്. മുൻ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിന്റെയും മാത്യു ടി തോമസിന്റെയും അടക്കം 5 ഇടത് മണ്ഡലങ്ങൾ ഇത്തവണ പക്ഷം മാറുമെന്നാണ് സർവേയിലെ അഭിപ്രായം. മന്ത്രി വി അബ്ദുറഹ്മാന്റെ താനൂരിലും പൂഞ്ഞാറിലും ടൈറ്റ് ഫൈറ്റാണ്. മാതൃഭൂമിക്ക് വേണ്ടി സിറ്റിസൺ ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് റിവാലുവേഷൻ കോർ ആണ് ഈ സർവേ നടത്തിയത്. 70-ൽ ഇപ്പോ നിലവിൽ എത്ര? ആ ടാലി ഒന്ന് നമുക്ക് കാണിക്കാം. 33, 32, ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. LDF 33, UDF 32, NDA 0. സർവേയുടെ ആദ്യ ദിനത്തിൽ പരിഗണിച്ച 35 മണ്ഡലങ്ങളിൽ LDFും UDFും 16 മുന്നിലെന്ന നിലയിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. 3 ഒപ്പത്തിനൊപ്പമെന്നും സർവേ പറഞ്ഞിരുന്നു. അടുത്ത 35 മണ്ഡലങ്ങളിൽ കൂടി പരിഗണിക്കുമ്പോൾ, അതായത് ആകെ 70 മണ്ഡലങ്ങളുടെ സർവേ ഫലം പരിശോധിക്കുമ്പോൾ LDFന് നേരിയ മുൻതൂക്കം ലഭിക്കുന്ന സ്ഥിതിയാണ്. 51 സീറ്റുകളിൽ LDF വിജയിച്ചതായിരുന്നു. അതിൽ 18 കുറവ്. 33 മാത്രമാണ് ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ 13 UDF സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഇടത് സിറ്റിംഗ് സീറ്റുകളായ പൂഞ്ഞാറിലും താനൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. LDFന് തന്നെ 38.50, പക്ഷേ 37.21 UDFനുണ്ട്. അപ്പോൾ ടൈറ്റ് ഫൈറ്റ് ആണ്. വെരി ടൈറ്റ് ഫൈറ്റ്. NDA 24.20. ഇന്ന് പരിഗണിച്ച മണ്ഡലങ്ങളിൽ UDF സിറ്റിംഗ് സീറ്റുകളെല്ലാം സുരക്ഷിതമാണെന്ന് സർവേ പറയുന്നു. മറുവശത്ത് 5 LDF സീറ്റുകൾ UDF പിടിച്ചെടുക്കും. അതും മുൻ മന്ത്രിമാരായ മാത്യു ടി തോമസിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും മണ്ഡലങ്ങൾ. 44.90, 38.08 മാത്രം LDF. അതൊരു അട്ടിമറിയുടെ സൂചനയാണ്. 6.82 ലീഡ് UDFന്. LDF മണ്ഡലങ്ങളായ ചിറയൻകീഴ്, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും UDF മണ്ഡലങ്ങളായ കൊടുവള്ളിയിലും MLA-മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർക്ക് മതിപ്പില്ലെങ്കിലും സീറ്റ് നഷ്ടപ്പെടാനിടയില്ല. ഇല്ല, ഒരു അട്ടിമറിയില്ല. 56.76 ഹ്യൂജ്. 38.80 LDF, 5.43 NDA, 17.96 കൊടുവള്ളിയാണ്. സ്വാഭാവികമാണ്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷും മട്ടന്നൂരിൽ KK ശൈലജയും MLA എന്ന നിലയിൽ മികച്ചു നിന്നു. വളരെ ജനകീയമായി തുടരുന്നു ശൈലജ ടീച്ചർ. 77.48. സംസ്ഥാന തലത്തിൽ KK ശൈലജയുടെ റാങ്ക് 10ആണ്. 78.06. സംസ്ഥാന തലത്തിൽ 140 MLA-മാരിൽ 8ാം റാങ്കാണ് CR മഹേഷിന്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനത്തിന് ഗ്രീൻ സിഗ്നൽ നൽകുന്ന ഫലമാണ് മാതൃഭൂമി കോർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ തെളിയുന്നത്. മികച്ചത് എന്ന് 34.62%, മോശം എന്ന് 33.05%. ഏതാണ്ട് മികച്ചതും ശരാശരിയും കൂടെ കൂട്ടുമ്പോൾ 50% മുകളിലുണ്ട്. മോശമെന്ന് പറഞ്ഞവർ 33.05% മാത്രം. പിണറായി വിജയന് ജനങ്ങളുടെ തംസപ്പാണിത്. ഉറപ്പായിട്ടും ഒരു മികച്ച ശരാശരി കൂടെ കൂടുമ്പോഴത്തേക്ക് ഒരു എബോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, മോശമെന്ന് പറയുന്ന ആളുകളിൽ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷത്തെ മികച്ച നേതാവ് ആരെന്ന ചോദ്യത്തിന് VD സതീഷിന് നേരിയ മുൻതൂക്കം സർവേയിൽ പങ്കെടുത്തവർ നൽകുന്നു. അത് പിന്തുണ ഇപ്പൊ മുന്നണി തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇടതുപക്ഷക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മികച്ച പ്രവർത്തനവും കാഴ്ചവെച്ച പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയാണ്. അവരെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഡാറ്റ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതിൽ ചില കാര്യങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.